ഹായ് എവരി വൺ, വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. മറ്റ് ഒരു അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ അന്ന് പറയാത്ത കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോ അല്ല, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മറ്റൊരു ചോദ്യം, IELTS നിർബന്ധമാണോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ? ഞാൻ ഇവിടെ വന്ന് ഒരു PG ചെയ്ത് അങ്ങനെ ടീച്ചറായിട്ടുള്ള ഒരാളാണ് സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട്. അപ്പോൾ എനിക്ക് IELTS ഒന്നുമില്ല. ഞാൻ +2 മാർക്ക് വെച്ചിട്ടാണ് ഒരു ഇംഗ്ലീഷ് നമ്മളെ കോമ്പിറ്റൻസി നമുക്ക് എത്രത്തോളം വിവരമുണ്ട് എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ടീച്ചറായിട്ട് നമ്മൾ ഈ QTS അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ ഇംഗ്ലീഷ് ഒരു പ്രാവീണ്യം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് കൂടി നമ്മളുടെ കോഴ്സ് ചെയ്തതൊക്കെ ഇംഗ്ലീഷിലാണോ, അത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലെറ്റർ അങ്ങനത്തെ രീതിയിൽ മാത്രമാണ് അവർ ചോദിക്കുന്നത്. IELTS ഉണ്ടെങ്കിൽ IELTS വെക്കാം, അതിനൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ QTSന്റെ പ്രൊസീജിയറിൽ അതൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ നമ്മൾ വലിയ ഇംഗ്ലീഷ് സംസാരിക്കണം അങ്ങനത്തെ ഒരു പ്രൂഫിന്റെ ആവശ്യം IELTS അല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അവിടെ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ അപ്പൊ ഞാൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് വെച്ചത്, IELTS എനിക്കില്ല, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനത്തെ ഒരു ഇംഗ്ലീഷിന്റെ ഒരു ടെസ്റ്റ് പോലെ വരാനുള്ളത് ഇന്റർവ്യൂവിന്റെ ടൈമിൽ മാത്രമേ ഉള്ളൂ. അത് ഓവർസീസ് ആകുമ്പോൾ തന്നെ അവർ എക്സ്പെക്ട് ചെയ്യണത് എന്ത് പറഞ്ഞാലും ഒരു ബ്രിട്ടീഷ് ആക്സെന്റോ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ലെവലല്ല എന്തായാലും എക്സ്പെക്ട് ചെയ്യുക. നമ്മൾ ഓവർസീസുകാരാണ്. അപ്പൊ ആ ഒരു കുറവ് നമുക്ക് ഉണ്ടായിരിക്കുന്നു, ആക്സെന്റ് ആയാലും പല കാര്യങ്ങളാണെങ്കിലും. അപ്പൊ ആ ഒരു രീതിയിലാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു ആവറേജ് രീതിയിൽ നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഓക്കെയാണ്. അല്ലാതെ നമുക്ക് IELTS വേണമെന്നോ അങ്ങനെ ഒരു കമ്പൽസറി ഒന്നുമില്ല. നെക്സ്റ്റ്, കൊമേഴ്സ് സബ്ജക്റ്റുകാർക്ക് വേക്കൻസി ഉണ്ടാവുമോ ഇവിടെ? QTS അപ്ലൈ ചെയ്യാനാണോ അത് ജോലിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കൊമേഴ്സ് സബ്ജക്റ്റ് ഉള്ള ഒരാൾക്ക് വേക്കൻസി ഉണ്ടെന്ന് മാത്രമാണ് ചോദ്യം. അതുപോലെ എൻ്റെ അടുത്ത് വേറെ സബ്ജക്ട്സ് ചോദിച്ചതിനാണ്, ഞാൻ MCOM കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ BEd ഇല്ല, പിന്നെ ഇംഗ്ലീഷ് MA കഴിഞ്ഞിട്ടുണ്ട്, BEd ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഈ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം ഇവര് പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് സയൻസ്, മാത്സ് ഈ സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മറ്റു സബ്ജക്ട്സിനെ പറ്റിയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. എന്ന് വെച്ച് ഞാനിവിടെ പറയാണ് ഇവിടെ ഈ സബ്ജക്ട്സ് പഠിച്ചവർക്ക് ഇവിടെ ചാൻസ് ഇല്ല, ഒട്ടും വരാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ കറന്റ്ലി ഈ ഒരു സബ്ജക്ട്സ് കൊമേഴ്സ് അല്ലെങ്കിൽ MCOM, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത് ഒരു സെക്കൻഡറി ആയിട്ട് വരും നമ്മൾ ഓവർസീസ് ടീച്ചേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ഇവിടുത്തുകാരല്ല എന്ത് പറഞ്ഞാലും. അപ്പോൾ ഒരു ഇംഗ്ലീഷ് നമ്മൾ നാട്ടിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ, നാട്ടിൽ നമ്മൾ ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ, നമ്മൾ ഇവിടെയുള്ള സ്റ്റാഫായിട്ട് നമ്മളൊന്ന് കോമ്പീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മുടെ ആക്സെന്റ് കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ ലെവലുള്ള ഇവിടെയുള്ള ഒരു സ്റ്റാഫിന്റെ എക്സ്പെക്ടേഷനിൽ നോക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറവായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇംഗ്ലീഷ് ടീച്ചറിനെ നമ്മൾ നാട്ടിൽ നിന്ന് ഓവർസീസ് ടീച്ചേഴ്സിന് അവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ലല്ലോ. ഇവിടെ തന്നെ അവർക്ക് ഇഷ്ടം പോലെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ കിട്ടും, ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിട്ടുള്ളവരെ കിട്ടും. അപ്പോൾ ബാക്കി സബ്ജക്ട്സ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ്, അങ്ങനെ കുറെ സബ്ജക്ട്സ്, സയൻസ്, മാത്സ് ഇതൊക്കെ എപ്പോഴും ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ബാക്കി സബ്ജക്ട്സ് ഇവിടെ അത്ര ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ ഓവർസീസ് ടീച്ചേഴ്സ് വന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ നിയമങ്ങൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചാൻസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും രീതിയിൽ വരാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് ഡയറക്റ്റ് പറയാൻ അറിയില്ല. പിന്നെ ഇവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഓഫീസായിട്ട് UK ഗവൺമെന്റ് ഓഫീസായിട്ട് കണക്ട് ചെയ്യാനുള്ള മെയിൽ ID ഒക്കെ നമുക്ക് പല വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അങ്ങനെ എൻക്വയർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഐഡിയ കിട്ടുമായിരിക്കാം. മറ്റൊരു ചോദ്യം, വിത്തൗട്ട് എക്സ്പീരിയൻസ് ഹൗ ടു ഗെറ്റ് QTS? ഞാൻ ഈ QTS അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സൊക്കെ പറഞ്ഞത് ഒരു ഓവർസീസ് ടീച്ചർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു ആ ഒരു പ്രോസസ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത്, എക്സ്പീരിയൻസ് അവർ പറയുന്നത് 9 months ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 9 months എക്സ്പീരിയൻസ് നമുക്ക് നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ, നാട്ടിലെന്ന് പറയുന്നത് ഇപ്പോൾ ചിലർ ചോദിച്ചു ഗൾഫ് കൺട്രീസിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതായാലും ഓക്കെയാണ്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ QTS അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെയുള്ള ഒരു വേറെ കേസ് എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ കറന്റ്ലി UK ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ QTS ഇല്ലാതെ തന്നെ ഒരു സ്കൂളിൽ കയറാൻ പറ്റും. അതെന്ന് പറയുന്നത് നമ്മളിവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ഏജൻസികളിലെ സ്റ്റാഫിന് ആവശ്യം ഉണ്ടായിരുന്നു, അത്രയും സ്റ്റാഫിന് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോഴും ആവശ്യമുണ്ട്, പക്ഷെ അവരുടെ ഡിമാൻഡ്സ് കൂട്ടി. അന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്ത പലരും ഏജൻസികളിൽ വർക്ക് ചെയ്താണ്ട് എനിക്കറിയാം. പിന്നെ അപ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയല്ലോ, പിന്നെ അവർ കുറെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി പല സ്കൂളുകളിൽ വേക്കൻസി വരുമ്പോൾ അവിടെ പെർമനന്റ് ആയിട്ട് കയറി
പിന്നെ അവിടെ വരുന്ന അവൈലബിലിറ്റി അനുസരിച്ച് ടീച്ചേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ അപ്ലൈ ചെയ്ത്, ടീച്ചർ പൊസിഷൻ ആണെങ്കിൽ സ്കൂളുകാർക്ക് തന്നെ ആ ഒരു കോഴ്സിൽ QTS നമുക്ക് അവർക്ക് എൻറോൾ ചെയ്ത് അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് QTS എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏജൻസി സ്റ്റാഫായിട്ട് ഏജൻസികളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അവര് ഫസ്റ്റ് ചോദിക്കുന്നത് UK എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ്. ഇപ്പൊ നമ്മളിവിടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്തായാലും കാണില്ല, നാട്ടിലെ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നാട്ടിലൊരു ടീച്ചറായിട്ടുള്ള ഒരാളുടെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരാൾ ഇവിടെ എത്തുമ്പോൾ ആൾക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, കംപ്ലീറ്റ്ലി ഇല്ല. നമ്മുടെ തെറ്റല്ലല്ലോ, നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർ എന്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ പുതിയതാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അവർ പറഞ്ഞത് വോളണ്ടിയർ ആയിട്ട് പല സ്കൂളുകളിലെ വർക്ക് ചെയ്യാൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും. വളണ്ടിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം വളണ്ടിയർ ജോബായിട്ട് പൈസയ്ക്ക് അല്ലാതെ അങ്ങനെ വർക്ക് ചെയ്യുക, എന്നിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് ഏജൻസികളിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ കയറിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്കൂളിലോട്ട് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കയറി അങ്ങനെ QTS എടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ QTS എടുക്കാൻ പോസിബിൾ അല്ല. ഇവിടെയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ പല രീതിയിൽ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി സ്കൂളിൽ ഒരു പെർമനന്റ് ആയിട്ട് സ്റ്റാഫായി കയറി അങ്ങനെ QTS എടുക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, QTS കിട്ടി, അപ്ലൈഡ് ഫോർ മെനി സ്കൂൾസ് ബട്ട് നോ ഇന്റർവ്യൂ ഷെഡ്യൂൾഡ്. ഇപ്പോ ഞാൻ പറഞ്ഞു നാട്ടിലൊരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടുത്തെ സ്കൂളുകളുടെ സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ അവർ ആ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകളിലേക്ക് മാത്രം അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുക. പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്താൽ തന്നെ നമ്മൾ സ്കൂളായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കുറച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് അവരുടെ HR ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് കുറച്ചും കൂടി കോൺടാക്ട് ചെയ്യുക. പിന്നെ പെട്ടെന്ന് നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഉള്ളവർക്ക് തന്നെ ഈ വിസ കാര്യങ്ങൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. വിസ ഇപ്പോൾ പണ്ടത്തെ പോലെ കുറച്ചും കൂടെ സ്മൂത്ത് അല്ല സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു 100 അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാലാണ് ഒരു അപ്ലിക്കേഷൻ ചിലപ്പോൾ ഒരു ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഇന്ന് അപ്ലിക്കേഷൻ വെക്കാൻ. നമ്മൾ ഇവിടെ വരുന്നു, ഇവിടേക്ക് ജസ്റ്റ് QTS കിട്ടുന്നു, അപ്പോഴേക്കും സ്കൂളുകാർ നമ്മളെ വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു അപ്ലിക്കേഷൻ വെക്കുമ്പോഴേക്കും അവർ നമ്മളെ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ഇവിടെ ഉള്ളവരാണെങ്കിൽ പോലും നമ്മൾ ഒരു ജോലി കിട്ടുന്നത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ജോലി കിട്ടണത് എന്നുള്ളത് പ്രോസസ്സ് ഒരു വല്ലാത്തൊരു പ്രോസസ്സ് തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫീൽഡ് ആണെങ്കിൽ ഒട്ടും പറയണ്ട. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ UK എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ ടൈമും ആ ഒരു കുറച്ച് ഇത് ഉണ്ടായിരിക്കും, എന്തായാലും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണോ UK എന്നൊരു ചോദ്യം ആര് ചോദിച്ചിട്ടുണ്ട്. റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ജോലിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഓരോ പൊസിഷനും ഓരോ ജോലിയിലും ടീച്ചേഴ്സിനാണ് പല ക്വാളിഫൈഡ് അൺക്വാളിഫൈഡ് അല്ലെങ്കിൽ ഹെഡ് പ്രിൻസിപ്പാള് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലെങ്കിൽ നമുക്ക് ഓരോ ചുമതല വരുന്നതനുസരിച്ച് നമുക്ക് പേയ്മെന്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് ഓരോ സ്കെയിൽ അനുസരിച്ച് പേയ്മെന്റ് വരുന്നതെന്ന്. പക്ഷെ മൊത്തം ടീച്ചേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് UK ഭയങ്കര ഹൈലി പേ ചെയ്യുന്ന ഒരു ജോലിയല്ല, എന്നാൽ ഭയങ്കര ബിലോ അല്ല, ഒരു ആവറേജ് നിൽക്കുന്ന ഒരു സാലറി ആണെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾക്കറിയാം UK അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ടാക്സ് കട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്ര സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സമ്പാദിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷെ എന്നാൽ പിന്നെ ഇവിടുത്തെ ജീവിത ചെലവ് കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ചെലവ് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ആവറേജ് നല്ലൊരു ജീവിതം ലീഡ് ചെയ്യാം, അങ്ങനെ മാത്രമേ ഞാൻ പറയാൻ പറ്റുള്ളൂ. അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തർ എങ്ങനെ പ്രയോറിറ്റി, ഓരോ കാര്യങ്ങൾക്ക് എത്ര പൈസ ചെലവാക്കണം എന്നുള്ളതൊക്കെ ഓരോ ഡിപ്പെൻസ് ആണ്, അത് ഓരോ പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര കുറെ സേവ് ചെയ്യാം, അങ്ങനത്തെ രീതിയിലൊന്നും ആരും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഇവിടുത്തെ ടീച്ചിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സ്കൂളിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ, അതോ ഇവിടെയുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, സന്തോഷങ്ങൾ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ ആരോ കമന്റ് ചെയ്തായിരുന്നു. എനിക്കും അത് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന ഒരു വീഡിയോയില് ഇതിപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിലല്ല പോകുന്നത്.
അപ്പോൾ അതല്ലാതെ ഇവിടുത്തെ എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിന് ശേഷം ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇത് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉത്തരമെങ്കിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ വീണ്ടും ചോദിക്കുക. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ മറ്റൊരു ഭാഗമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.